നമസ്കാരം, ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഏകദേശം 15 വർഷങ്ങൾക്ക് മുൻപ് ഇരിട്ടിയിൽ KSRTC ബസ് സ്റ്റാൻഡിന് വേണ്ടി ഉദ്ഘാടനം ചെയ്തു നൽകിയ സ്ഥലത്താണ്. എന്നാൽ ഉദ്ഘാടനം കൊട്ടിഘോഷിക്കപ്പെട്ടതല്ലാതെ നാളിതുവരെയായും ബസ് ടെർമിനലിന് വേണ്ടിയുള്ള യാതൊരു പ്രവർത്തനവും ഇവിടെ നടന്നിട്ടില്ല. എന്നാൽ ഇവിടം ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രവും മാലിന്യങ്ങൾ തള്ളുന്ന ഇടവുമായി മാറിയിരിക്കുകയാണ്. VS സർക്കാരിന്റെ കാലഘട്ടത്തിൽ KK ശൈലജ MLAയുടെ പരിശ്രമത്തിന്റെ ഫലമായി അന്നത്തെ ഗതാഗത മന്ത്രി ഉദ്ഘാടനം ചെയ്ത ഇരിട്ടി KSRTC സബ് ഡിപ്പോ ഇപ്പോഴും ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. 15 വർഷങ്ങൾക്ക് മുൻപ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ലക്ഷങ്ങൾ മുടക്കി ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപത്തായി ബസ് യാർഡ് ഉദ്ഘാടനം ചെയ്തത്. ഇരിട്ടി വഴിയുള്ള അനേകം അന്തർ സംസ്ഥാന ആഭ്യന്തര ദീർഘദൂര സർവീസുകളും മലബാർ TT സർവീസുകളടക്കം ജില്ലാ ഗ്രാമീണ സർവീസുകളും പരിഗണിച്ചാണ് ഇരിട്ടിയിൽ KSRTC സബ് ഡിപ്പോ ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ വർഷങ്ങൾ ഇത്രയായിട്ടും സർക്കാരുകൾ മാറി മാറി വന്നിട്ടും KSRTC ബസ് ടെർമിനൽ ഇതുവരെയും യാഥാർത്ഥ്യമായിട്ടില്ലെന്ന് DCC ജനറൽ സെക്രട്ടറിയും മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവുമായ തോമസ് വർഗീസ് ട്രൂത്ത് വിഷനോട് പറഞ്ഞു. 15 വർഷങ്ങൾക്ക് മുൻപ് KSRTC ബസ് ടെർമിനലിന് വേണ്ടി ഉദ്ഘാടനം ചെയ്തു നൽകിയ സ്ഥലമാണിത്. പക്ഷെ നാളിതുവരെയായിട്ട് യാതൊരു നടപടിയും ഇവിടെ പിന്നെ ഉണ്ടായിട്ടില്ലല്ലേ? ഇല്ല, യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇത് 2010 അസംബ്ലി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് അന്നത്തെ MLA ശ്രീമതി KK ശൈലജ ടീച്ചറായിരുന്നു. ആ ടീച്ചർ ഉൾപ്പെടെ വന്ന് ഉദ്ഘാടനം നിർവഹിച്ച ഒരു KSRTC ഇരിട്ടിയുടെ ഡിപ്പോ എന്നുള്ള നിലയ്ക്ക് ഉദ്ഘാടനം നിർവഹിച്ച ഒരു സ്ഥലമാണിത്. ഇതിവിടെ ഇതുണ്ടാക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഏതാണ്ട് 10 ലക്ഷത്തിലധികം രൂപ ഇതിൻ്റെ ഷെഡൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചു. അന്ന് തന്നെ ഇത് സംബന്ധിച്ച് ആക്ഷേപം ഉണ്ടായിരുന്നു. മതിയായ എൻട്രൻസോ അതിന് എക്സിറ്റോ ഒന്നും ആവശ്യമായിട്ടുള്ള റോഡ് സൗകര്യങ്ങളില്ല എന്നുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു. പിന്നെ ഈ സ്ഥലത്തിൻ്റെ തന്നെ ഡോക്യുമെൻറ്റ്സ് ഒന്നും ലഭ്യമല്ല എന്നന്ന് ഇങ്ങനെ മാധ്യമപ്രവർത്തനങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഏതായാലും കഴിഞ്ഞ 15 വർഷക്കാലമായി ഇത് ഒരു വേസ്റ്റ് ഇടുന്ന സ്ഥലമായി, സാമൂഹിക വിരുദ്ധരുടെ താവളമായി ഇരിട്ടിയിലെ ഏറ്റവും പ്രൈമായിട്ടുള്ളൊരു സ്ഥലം മാറിയിരിക്കുകയാണ്. ഈ സ്ഥലം KSRTC നമുക്കറിയാം, നമ്മുടെ ഈ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് മലയോര പ്രദേശം എന്നുള്ള നിലയ്ക്ക് ആറളം പഞ്ചായത്തും അതുപോലെ ആദിവാസി മേഖലയും എല്ലാം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലേക്കെല്ലാം പഞ്ചായത്തിൻ്റെ ചെലവിൽ ഗ്രാമവണ്ടി ഉൾപ്പെടെയുള്ള KSRTC സർവീസുകൾ ഇവിടെ നിലവിലുണ്ട്. അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ധാരാളം KSRTC സർവീസുകളുണ്ട്. ഇപ്പോൾ ഒരു KSRTC മലയോരത്ത് ഹോൾട്ട് ചെയ്യുന്ന സർവീസുകൾ തന്നെയുണ്ട്. അതിനൊക്കെ ഡീസൽ അടിക്കണമെങ്കിൽ പോലും കണ്ണൂരിൽ പോകണം. അതെങ്കിൽ KSRTCക്ക് വലിയ ഇവിടെ ഒരു KSRTC ഡിപ്പോ ഏറ്റവും അനിവാര്യവും അത്യാവശ്യമാണ് എന്നുള്ള ഇത് കണക്കിലെടുത്താണ് അന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ വന്ന ഗവൺമെൻറ്റുകൾ, ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഉദ്ഘാടനം ചെയ്തത്. പിന്നീട് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഗവൺമെൻറ് വന്നു. അതിനുശേഷം 10 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോഴും അനാഥമായി കിടക്കുകയാണ്. KSRTC ബസ് സ്റ്റാൻഡ് എന്നുള്ള ഏറ്റവും അത്യാവശ്യമായ ഇരിട്ടിക്കാരുടെ ആവശ്യം ഇതുവരെ 15 വർഷമായിട്ടും ഒരു കടലാസിൽ അല്ലെങ്കിൽ നിൽക്കുകയാണ്. ഒരു പുരോഗതിയും ഈ കാര്യത്തിൻ്റെ അകത്ത് ഒതുങ്ങിപ്പോയി നിൽക്കുകയാണ്. ഒരു പുരോഗതിയും ഈ വിഷയത്തിൻ്റെ അകത്ത് ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ആസിറ്റീസ് നിങ്ങളിപ്പോൾ സ്ഥലം കണ്ടല്ലോ, വേസ്റ്റ് കൂട്ടിയിടുന്ന ഒരുപാട് വേസ്റ്റ് കിടക്കുന്ന ഒരു വേസ്റ്റിൻ്റെ കൂമ്പാര കേന്ദ്രമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. ഇനി ഇവിടെ KSRTC ബസ് ടെർമിനൽ യാഥാർത്ഥ്യമായാൽ തന്നെ എൻട്രൻസിനും എക്സിറ്റിനും മതിയായ സ്ഥലമില്ലാത്ത ഇവിടെ ഒരു ബസ് ടെർമിനൽ എന്നുള്ളത് സാധ്യമാകുമോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. അശ്വതി കൊട്ടിയൂരിനോടൊപ്പം അക്ഷര, ട്രൂത്ത് വിഷൻ ന്യൂസ്, കേളകം.